രാജേഷ്, ഇനി എത്ര പ്രതിപക്ഷ അംഗങ്ങൾ സഭയിലുണ്ട്? ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഈ രീതിയിലുള്ള കൂട്ടപ്പുറത്താക്കൽ. അജിത, അല്ലെങ്കിലും പാർലമെന്റിനകത്തും പുറത്തും ശോഷിച്ച അവസ്ഥയിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. ഇപ്പോൾ 142 MP-മാർക്കാണ് ആകെ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ഇന്നു മാത്രം 50 MP-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇന്നലെ 78 MP-മാരെയാണ് സസ്പെൻഡ് ചെയ്തതെങ്കിൽ 2 ദിവസം മുമ്പ് 14 പേരെയും ഇത്തരത്തിൽ പുറത്താക്കിയിരുന്നു. ഇനി ലോക്സഭയിലെ കണക്കെടുക്കാം. 96 MP-മാർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത്. രാജ്യസഭയിൽ 46 MP-മാർ. ഇനി ലോക്സഭയിലെ പ്രതിപക്ഷത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ 134 MP-മാർ മാത്രമാണ് ലോക്സഭയിൽ പ്രതിപക്ഷത്തിനുള്ളത്. ഇതിൽ 96 പേർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത്. ശേഷിക്കുന്നത് കേവലം 38 MP-മാർ മാത്രമാണ്. രാജ്യസഭയിലാകട്ടെ പ്രതിപക്ഷത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 94 ആണ്. സസ്പെൻഷൻ ലഭിച്ചത് 46, ശേഷിക്കുന്നത് 48 പേരും. എന്തായാലും ഇനി കേവലം 3 ദിവസം മാത്രമാണ് ഈ പാർലമെന്റിന്റെ സമ്മേളനം തീരാനുള്ളത്. ഒരുപക്ഷെ പാർലമെന്റിനകത്ത് പ്രതിപക്ഷമില്ലാത്തൊരു സമ്മേളനമായി ഇത് മാറുമോ എന്നൊരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. ശരി.